ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കൊഞ്ചും മാങ്ങ ഉണ്ടാക്കി നോക്കിയാലോ. ചെട്ടുകുളങ്ങരക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട കൊഞ്ചും മാങ്ങയും. ഇന്ന് കുംഭമാസത്തിലെ ഭരണിനാൾ. കൊഞ്ചും മാങ്ങയുടെ പിന്നിലെ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, കുംഭഭരണി നാളിൽ ഒരു വീട്ടമ്മ കൊഞ്ചും മാങ്ങയും പാകം ചെയ്യുകയായിരുന്നു. ആ സമയം വീടിനടുത്തുകൂടി കുത്തിയോട്ട ഘോഷയാത്ര കടന്നു പോയപ്പോൾ അവർക്ക് സങ്കടമായി. ഘോഷയാത്ര കാണാൻ പോയ കൊഞ്ചും മാങ്ങയും കരിഞ്ഞു പോകും. എന്നാൽ ഘോഷയാത്ര കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അവർക്ക്. ഒടുവിൽ കൊഞ്ചും മാങ്ങയും കരിഞ്ഞു പോകരുത് എന്ന് ഭഗവതിയെ വിളിച്ച് അപേക്ഷിച്ച് വീട്ടമ്മ കുത്തിയോട്ട ഘോഷയാത്ര കാണാൻ പോയി. ഘോഷയാത്രയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ കൊഞ്ചും മാങ്ങയും തയ്യാറായിരിക്കുന്നു. ഇത് നാട്ടിലാകെ പരന്നു. അങ്ങനെ കുംഭഭരണി നാളിൽ ചെട്ടുകുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാത്ത ഒരു വിഭവമായി മാറി നമ്മുടെ കൊഞ്ചും മാങ്ങ. അപ്പോൾ നമുക്ക് കൊഞ്ചും മാങ്ങ ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ആദ്യം കൊഞ്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം കൊഞ്ചിൻ്റെ തലയും വാലും മാറ്റി കൊഞ്ചിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അരപ്പിനാവശ്യമായിട്ട് ആദ്യം ഒരു അരമുറി തേങ്ങ എടുത്തിരുന്നു. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 അല്ലി ചെറിയുള്ളി. ഇത്രയാണ് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരഞ്ഞാൽ മതിയാകും. ഇനി നമുക്ക് കൊഞ്ചും മാങ്ങ റെഡിയാക്കിയാലോ. ഒരു ചട്ടി എടുക്കുക. അതിനുശേഷം നമ്മുടെ കൊഞ്ചിനെ ഇട്ട് കൊടുക്കുക. കൊഞ്ചിനെ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത കൊഞ്ചാണ്. അതിനുശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. കൊഞ്ചും മാങ്ങയിൽ ഏറ്റവും ആവശ്യം നമ്മുടെ മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അതിനുശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഒരുപാട് എരിവ് വേണ്ടാത്തതായതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചൊരു ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കൊഞ്ചും മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് കൊഞ്ചും മാങ്ങ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ കൊഞ്ചും മാങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.